നമസ്കാരം. നമ്മുടെ വീട്ടിലുള്ള ഒരു കാഴ്ചയാണിത്. കുറച്ച് പുരാവസ്തുക്കളുടെ ഒരു ശേഖരണമുണ്ട് ഇവിടെ. ഈ വീട്ടിലുള്ള പുരാവസ്തുക്കളുടെ ശേഖരണത്തിൻ്റെ കാവൽക്കാരനാണ് ഈ കാണുന്നത്. മകൻ ഡിയോൺ ജിജോ എന്ന ഞങ്ങളുടെ ജോസുകുട്ടി. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വച്ചിട്ടുള്ള കുറച്ച് കാർഷിക ഉപകരണങ്ങൾ, മറ്റ് സംഭവങ്ങൾ, അതായത് കുറേ പുരാവസ്തുക്കളായിട്ടുള്ള കുറേ സംഭവങ്ങളാണ് ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കുന്നുണ്ടായിരുന്നു. വീടിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇവയെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഇത് സൂക്ഷിക്കുകയും ചെയ്തു പോരുകയായിരുന്നു. ഇപ്പോൾ അതിൻ്റെ കാവൽക്കാരനായി ജോസൂട്ടി മാറിയിരിക്കുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കി അടുക്കും ചിട്ടയോടും കൂടി വയ്ക്കുക എന്നുള്ളത് അവൻ്റെ ഒരു ദിനചര്യയുടെ ഭാഗമായി എന്ന് തന്നെ പറയാം. ഒരുപാട് കാർഷിക ഉപകരണങ്ങളുണ്ട്. പിന്നെ പഴയ റേഡിയോയുടെ കവറും അങ്ങനെ കുറേ നമ്മൾ ഉപയോഗിച്ച് വന്നിട്ടുള്ള പഴയ കാലത്തുണ്ടായിരുന്ന, അതായത് എൻ്റെ മാതാപിതാക്കളൊക്കെ പഴയ കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന അടുപ്പ് തൊട്ട് കുറേ സംഭവങ്ങളുണ്ട്. കലങ്ങൾ, അങ്ങനെ കുറേ അധികം സാധനങ്ങൾ. അവയെല്ലാം ഒരു നൊസ്റ്റാൾജിയാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവയെല്ലാം ഞാൻ ഇങ്ങനെ സൂക്ഷിച്ച് വച്ചിട്ടുണ്ടായിരുന്നത്. പഴയ കാലത്തെ മുറം, അതുപോലെ തന്നെ കൊട്ട, ചാണകം മെഴുകിയ ഒരു കൊട്ടയൊക്കെ ആയിരുന്നേ. അപ്പം അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതെല്ലാം ഇവനിങ്ങനെ സൂക്ഷിക്കുന്നത് തുടച്ചു വയ്ക്കുന്നത് കണ്ടപ്പോൾ അതൊക്കെ ഒരു വീഡിയോ ആക്കണമെന്ന് തോന്നി. കാരണം ഇവനും അതൊരു പ്രചോദനമാകട്ടെ. കാണുന്ന ചില ആളുകൾക്കെങ്കിലും ഇതൊക്കെ എല്ലാം സൂക്ഷിച്ചു വയ്ക്കാതിരിക്കുമല്ലോ, നമ്മുടെ പഴയ കാലങ്ങൾ ഇത് കാണുമ്പോൾ ഓർക്കാമല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായാൽ ഞാനും എൻ്റെ ഈ ശേഖരണവും പ്രിയപ്പെട്ട ജോസുകുട്ടിയുടെ സംരക്ഷണവും ഈ വീഡിയോയും വിജയത്തിലെത്തിയെന്ന് നമുക്ക് പറയാലോ. നന്ദി.